വളരെ ഈസി ആയിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളിലൊക്കെ ചൈൽഡ്ഹുഡില് നമുക്ക് ഷോപ്പിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ വരച്ചെടുക്കുന്ന സ്കെയിൽസ് ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അല്ലെ? പല ഷേപ്പിലുള്ള സ്കെയിൽസ് നമുക്ക് അതിന്റെ അകത്തൂടെ നമുക്ക് ക്രയോൺസ് അല്ലെങ്കിൽ പെൻസിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പാറ്റേൺസ് ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടാവും മേ ബി. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പാറ്റേൺ നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിൽ ചെയ്യാൻ പറ്റും. നോക്കുക, ഇപ്പൊ ഇതെന്താണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഇതിന്റെ കുറെ കോപ്പീസ് അങ്ങ് എടുത്തതാണല്ലേ. ഇതിന്റെ സ്റ്റെപ്പ് കൂട്ടി കൂട്ടി കൊടുത്തപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് കുറെ കോപ്പീസ് കയറി വന്നു. അതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നമുക്ക് വേറെ എക്സാമ്പിൾ കാണിക്കുന്നതിനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിനെ എല്ലാം കൂടി ഒന്ന് സെലക്ഷൻ ചെയ്ത് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ഷേപ്പ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നോക്കുക, നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കൊരു സ്റ്റാർ ടൂൾ എടുക്കാം. നമ്മുടെ സ്റ്റാർ ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർ വരയ്ക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ കളർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സ്റ്റാറിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റൊട്ടേഷൻ ടൂൾ എടുക്കുക. റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് അതിന്റെ പിവറ്റ് പോയിന്റ് ഒന്ന് സെന്ററിലേക്ക് ആക്കാം. നോക്കുക, ഇപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതായിരിക്കും സെന്റർ. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ കോപ്പി മീൻസ് ഞാൻ ഇതിന് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇനി കോപ്പി എടുക്കുമ്പോൾ ഉണ്ടോ ഇത് സെന്റർ ആയതുകൊണ്ട് തന്നെ ഇത് സെന്ററിൽ നിന്നിട്ട് അതിന് ചുറ്റിനും നമുക്ക് കോപ്പീസ് വരും. കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ മതി കേട്ടോ. കൺട്രോൾ ഡി പ്രസ് ചെയ്ത് ഞാൻ അതിന്റെ കുറച്ച് കോപ്പീസ് എടുത്തു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, നമുക്ക് കോപ്പീസ് എടുത്തു പോയപ്പോൾ ഇങ്ങനെ കുറെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോയി എന്ന് കരുതുക. അതായത് ശ്രദ്ധിക്കുക, നമ്മുടെ കോപ്പീസ് എടുക്കുമ്പോൾ നോക്കുക നമ്മളിങ്ങനെ കയറി കയറി ഇങ്ങനെ പോയി കരുതുക. അപ്പൊ ഒന്ന് ബാക്ക് അടിച്ചത് ഉണ്ടോ. അപ്പൊ ഒന്ന് കൺട്രോൾ ഇസ്റ്റ് പറഞ്ഞ് നമുക്കത് കളയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, ഞാൻ കൺട്രോൾ ഡി പറഞ്ഞ് നോക്കുക, ഇവിടെ വരെ ഇതിന്റെ കോപ്പീസ് എടുത്തു അല്ലെ. ഇവിടെ വരെയാണ് കറക്റ്റ് കോപ്പീസ് എടുത്തത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെലക്ഷൻ ചെയ്യാം. നമുക്ക് കൺട്രോൾ ഓൾട്ട് ബി പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് മോഡിലേക്ക് മാറ്റാം. അപ്പൊ ഇതിന്റെ എല്ലാം സെന്ററിൽ ഓരോരോ കോപ്പീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കാം. അതിൽ നമുക്ക് സ്റ്റെപ്സ് എടുക്കാം. നമുക്ക് പ്രിവ്യൂ ഒന്ന് ഓൺ ആക്കി ഇടാം. നമുക്ക് സ്റ്റെപ്പ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പൊ നോക്കുക, ഞാനൊരു സംഭവം കാണിച്ചു തരാം. നോക്കുക, ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുക, അതെ ഈ ഒരു ഏരിയ നോക്കുക, ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് ഫില്ലായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മുടെ ആ ഒരു മറ്റേ എല്ലായിടത്തും വന്നിരിക്കുന്ന പോലെ ഇങ്ങോട്ട് ആ ഒരു പാറ്റേൺ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു പാറ്റേൺ വരുന്നതിനായിട്ട് എന്താ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഞാൻ ഇതിന്റെ കോപ്പീസ് എടുത്തിരുന്നു. അതായത് റൊട്ടേഷൻ ടൂൾ എടുത്തു. നമുക്ക് ഇതിന്റെ ഒരു പിവറ്റ് പോയിന്റ് കാണിച്ചു കൊടുത്തു സെന്ററിൽ. എന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി ഞാൻ ഇങ്ങനെ എടുത്തിരുന്നു. അതായത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് എന്റെ കോപ്പി വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സെന്ററിൽ ഇരിക്കുന്ന, അതായത് നമ്മുടെ താഴെയാണ് പിവറ്റ് പോയിന്റ്, അതുകൊണ്ട് ചെരിഞ്ഞാണ് അതിന്റെ കോപ്പി വരുള്ളൂ. കൺട്രോൾ ഡി പ്രസ് ചെയ്ത് വരുമ്പോൾ നോക്കുക, ഇവിടെ വരെ വന്നതിന് ശേഷം ഒന്നുകൂടി ഇതിന്റെ ഒരു കോപ്പി കൊടുക്കണം. നമ്മൾ ഒന്നുകൂടി ഇതിന്റെ പുറത്തേക്ക് ഒരു കോപ്പി കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമാണ്, അതായത് തുടങ്ങിയ എവിടെയാണോ അവിടേക്ക് ഒന്നുകൂടി ഒരു കോപ്പി കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഏരിയയിലേക്കും കൂടി അത് ഫിൽ ആയിട്ട് വരുള്ളൂ. നോക്കുക, ഞാൻ ഇതിനെല്ലാം കൂടി ഒന്ന് സെലക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഒബ്ജക്റ്റില് ബ്ലെൻഡിൽ വരിക, മേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ ബി കൊടുക്കുക. ഇപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും സെൻട്രലായിട്ട് ഓരോരോ കോപ്പീസ് കൂടി വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് വീണ്ടും നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻസ് എടുക്കാം. ബ്ലെൻഡ് ഓപ്ഷൻസ് എടുത്തിട്ട് നോക്കുക, നമ്മുടെ സ്പെസിഫൈഡ് സ്റ്റെപ്സ് എടുക്കാം. പ്രിവ്യൂ മോഡ് ഓൺ ആക്കിയിടാം. ഇനി നമുക്ക് നോക്കുക, അവിടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് അല്ലെ. നോക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാം. നമുക്ക് വളരെ അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് ഇതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. നോക്കുക, ഇങ്ങനത്തെ ഒരു ഗ്രാഫ് പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, വളരെ നല്ല രീതിയിലാണ് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കുക, ഞാനിനി ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ ടൂൾ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ലൈൻ ടൂൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എലിപ്സ് ടൂൾ എടുക്കാം. എലിപ്സ് ടൂൾ എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു എലിപ്സ് വരയ്ക്കാം. നമുക്ക് അതിനൊരു കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, ഞാൻ അതിനൊരു കളർ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാനൊരു കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടി നമുക്കൊരു വലിയൊരു എലിപ്സ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, കുറച്ചുകൂടി ഒരു വലിയൊരു എലിപ്സ് എടുത്ത് വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് എലിപ്സ്. ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് സെലക്ഷൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് മേക്ക് ചെയ്താൽ മതി. അതായത് കൺട്രോൾ ഓൾട്ട് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇതുണ്ടോ ഇവിടെ നിന്നുണ്ടോ ഈ ഒരു ഷേപ്പിൽ നിന്ന്, അതായത് ചെറിയൊരു എലിപ്സിൽ നിന്ന് വലിയൊരു എലിപ്സിലേക്ക് നമ്മുടെ ആ ഒരു ബ്ലെൻഡ് വരക്കായിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ കുറെ കോപ്പീസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതായത് ആ കളർ തന്നെ അങ്ങോട്ട് കോപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അതായത് പല പല രീതിയിലുള്ള ഷേപ്പ് അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് നോക്കുക, ചെറിയൊരു എലിപ്സിൽ നിന്ന് വലിയൊരു എലിപ്സിലേക്ക്
നമുക്ക് അതിന്റെ സെന്ററിൽ കുറെ കോപ്പീസ് കിട്ടിയിട്ടുണ്ടല്ലേ. ഞാനൊന്ന് കൺട്രോൾ എക്സ് പറഞ്ഞത് ബാക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് കൊടുക്കാം. അതായത് ഈ ഒരു വലിയ ഒരു നമ്മുടെ എലിപ്സിന്റെ കളർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് കൊടുക്കാം. നോക്കുക, ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കളർ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടിനെ രണ്ട് കളറായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഇതിനെ രണ്ടിനെയും കൂടി സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഓൾട്ട് ബി പ്രസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക നമ്മുടെ രണ്ട് കളർ കൊടുത്തതിനു ശേഷം നോക്കുക, നമുക്ക് ഈ ചെറിയ ഇതില് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് സ്ട്രോക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. സ്ട്രോക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സ്ട്രോക്കിന്റെ ആവശ്യമില്ല. ഇവിടെയും നമുക്ക് സ്ട്രോക്കിന്റെ ആവശ്യമില്ല. സ്ട്രോക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഫില്ല് മാത്രം മതി. ഓക്കെ, ഇതിനെ രണ്ടിനെ കൂടെ ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. കൺട്രോൾ ഓൾട്ട് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. പക്ഷെ നോക്കുക, നമുക്ക് ഇവിടെ ബ്ലെൻഡ് ഓപ്ഷനിലേക്ക് വരാതെ ബ്ലെൻഡ് ടൂളിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കളറാണ് എടുക്കുന്നത്, സ്റ്റെപ്പ് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് പ്രിവ്യൂ ഓൺ ആക്കാം. പ്രിവ്യൂ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ആവശ്യമില്ല, നമുക്ക് കുറയ്ക്കാതെ ആ സ്റ്റെപ്സ് കുറയ്ക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റെപ്സ് നമ്മളിങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ ആണ് സ്പെസിഫൈഡ് ഡിസ്റ്റൻസ്. നമുക്ക് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ കാണിച്ചതാണ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് വേണം എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ കൊടുക്കുക. ഇപ്പൊ നോക്കുക, നമ്മുടെ ഈ ഒരു കളറിൽ നിന്ന് ചെറിയ ഒരു എലിപ്സിന്റെ കളറിൽ നിന്ന് വലിയൊരു എലിപ്സിന്റെ കളറിലേക്കും ഒരു മാറ്റമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ്, ചെറിയ ഷേപ്പിൽ നിന്ന് വലിയൊരു ഷേപ്പിലേക്കും നമുക്ക് ആ ബ്ലെൻഡ് ഓപ്ഷൻ വെച്ചിട്ട് ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് തൽക്കാലം നമുക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് കൂടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ വരിക, നമ്മുടെ ലൈൻ സെഗ്മെന്റിൽ വരിക. നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്പൈറൽ ടൂൾ എടുക്കാം. സ്പൈറൽ ടൂൾ എടുത്തതിന് ശേഷം നോക്കുക, ഞാൻ ഇങ്ങനെ ഒരു സ്പൈറൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ സ്പൈറൽ ടൂളിന്റെ ആ ഒരു ടൂളിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നോക്കുക, ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു സ്പൈറൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു വലിയൊരു സ്പൈറൽ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, നമുക്ക് ഈ ഒരു സ്പൈറലിലേക്ക് നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബ്ലെൻഡ് ഓപ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മുടെ ഈ സ്പൈറലും നമ്മുടെ ഈ ഒരു ഷേപ്പും ഇത് രണ്ടും കൂടി സെലക്ഷൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിൽ വരിക, അതിൽ ബ്ലെൻഡ് എടുക്കുക. അത് നമുക്ക് ഇവിടെ നോക്കുക, റീപ്ലേസ് സ്പ്ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു സ്പൈറൽ സ്പ്ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്പ്ലൈനിലേക്ക് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. റീപ്ലേസ് സ്പ്ലൈനെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നോക്കുക, നമ്മുടെ ആ ഒരു സ്പൈറലിലേക്ക് നമ്മുടെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചാണ് നമ്പർ കൊടുത്തുള്ളൂ, 7 എണ്ണേ കൊടുത്തുള്ളൂ ആകെ അതിന്റെ ഇടയിൽ അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുക്കുക, അതിൽ നമുക്ക് പ്രിവ്യൂ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇപ്പൊ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. വളരെ മനോഹരമായിട്ട് നമുക്കത് നോക്കാം. ഇങ്ങനെ നമുക്ക് സ്പൈറലിന്റെ അകത്തേക്ക് നമുക്ക് ഒരു ഷേപ്പിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അല്ലെ. ഇപ്പൊ നോക്കുക, നമ്മുടെ അകത്ത് ഇരിക്കുന്നത് നമ്മുടെ വലിയൊരു ഷേപ്പും, അതായത് നമ്മുടെ ഒരു എലിപ്സ് ടൂളിലെ വലിയൊരു റൗണ്ടഡ് ഷേപ്പും പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു റൗണ്ട് ഷേപ്പുമാണ്. നമുക്ക് അങ്ങനെയല്ല വേണം, നമുക്ക് ഇത് ഓപ്പോസിറ്റ് ചെയ്ത് വേണം. അതായത് പുറത്ത് വലുതും അകത്തേക്ക് വരുമ്പോൾ ചെറുതുമായിട്ട് വേണം. അങ്ങനെ റിവേഴ്സ് ചെയ്ത് വേണം. അതിനായിട്ട് ഇതിനെ എല്ലാം കൂടി ഒന്നുകൂടെ സെലക്ഷൻ ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റിൽ വരിക, അതിൽ ബ്ലെൻഡ് എടുക്കുക. ബ്ലെൻഡ് വരികയാണെങ്കിൽ നോക്കാം, ഇവിടെ റിവേഴ്സ് സ്പ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് സ്പ്ലൈനയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇപ്പൊ ഇത് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. നോക്കുക, അതായത് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അത് ചെറുതാണ്, പുറത്തേക്ക് വരുമ്പോൾ അത് വലുതാണ് നമ്മുടെ ആ ഷേപ്പ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോക്കുക, ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് പെൻ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. പെൻ ടൂൾ ഉപയോഗിച്ചതിന് ശേഷം നോക്കുക, ഞാനിത് ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. ഞാനൊരു സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെൻ ടൂൾ എടുത്ത് വരച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ആ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് തൽക്കാലം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു സ്റ്റാർ എടുക്കാം. ഞാനിവിടെ ഒരു വലിയൊരു സ്റ്റാർ വരയ്ക്കുന്നുണ്ട്. നമുക്ക് സ്ട്രോക്ക് ഓഫ് ചെയ്യാം. അതിന്റെ നമുക്ക് ഫില്ല് മാത്രം സ്റ്റാറിന് കൊടുക്കാം. നോക്കുക, ഞാൻ തൽക്കാലം ഒരു കളർ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റാർ വരച്ചു. അതിന് നമുക്ക് മറ്റൊരു കളർ കൂടി കൊടുക്കാം. അതിനുശേഷം ഇതിനെ രണ്ടിനെയും കൂടി സെലക്ഷൻ ചെയ്യുക.
നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ചെയ്യണം, നമ്മൾ ബ്ലെൻഡ് ചെയ്യണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, കൺട്രോൾ ഓൾട്ട് ബി പ്രസ് ചെയ്യുക. ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന കളർ ബ്ലെൻഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലെൻഡ് ടൂളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോക്കുക, സ്മൂത്ത് കളർ എന്ന് പറഞ്ഞ കളർ ബ്ലെൻഡ് ആണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് സ്റ്റെപ്പാക്കി മാറ്റാം. പ്രിവ്യൂ ഓൺ ആക്കാം. നമുക്കൊരു 10 ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രിവ്യൂ ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ആക്കിയാൽ മതി. അപ്പൊ കാണാനായിട്ട് സാധിക്കും. കേട്ടോ, 10 ആണ്. നമുക്ക് ഇനിയും വേണമെങ്കിൽ കുറയ്ക്കാം. കേട്ടോ, തൽക്കാലം നമുക്ക് ഇത് കൊടുക്കാം. 8, 4 ഒക്കെ മതി. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ വരച്ചിരുന്ന നമ്മുടെ ഒരു ഷേപ്പ്, അതായത് നമ്മുടെ പെൻ ടൂളോട് വരച്ചിരിക്കുന്ന ഷേപ്പ്, ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ സ്റ്റാറിനെ കൊണ്ടുവരണം. അപ്പൊ അത് നമ്മുടെ ആദ്യം വരച്ചിരുന്ന നമ്മുടെ പെൻ ടൂളോട് വരച്ചിരുന്ന ഷേപ്പും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെനു ഓപ്ഷൻ ബാറിൽ വരിക, ഒബ്ജക്റ്റ് എടുക്കുക. ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലെൻഡ് എടുക്കുക. ബ്ലെൻഡിൽ വരിക, ബ്ലെൻഡിൽ വന്നിട്ട് മേക്ക് കൊടുക്കുക. ഒബ്ജക്റ്റിൽ വരിക, ഒബ്ജക്റ്റിൽ വന്ന് ബ്ലെൻഡ് എടുക്കുക. ബ്ലെൻഡിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് സ്പ്ലൈൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് സ്പ്ലൈനിലേക്ക് അത് റീപ്ലേസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാറിന്റെ എണ്ണം കുറവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ബ്ലെൻഡ് ടൂളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സ്റ്റെപ്പ് പ്രിവ്യൂ ഓൺ ആക്കിയിട്ട് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് എത്ര എണ്ണം വേണം എങ്കിലും കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഇപ്പൊ നോക്കുക, നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ പെൻ ടൂൾ കൊണ്ട് വരച്ചിട്ട് നമുക്ക് ആ ഒരു വരയ്ക്കുന്ന അവിടെ പാത്തിലേക്ക് കൂടി നമുക്ക് ബ്ലെൻഡ് ഓപ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളെ ബ്ലെൻഡ് ഓപ്ഷന്റെ ഇത്തരം ഓപ്ഷൻ നിങ്ങൾ മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു. തൽക്കാലം നമുക്ക് ഇനി നോക്കുക, മറ്റൊരു ഓപ്ഷൻ കൂടി പഠിക്കാം. അതിനായിട്ട് ഞാൻ ഇതിനെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കൺട്രോൾ 0 പറഞ്ഞ നമ്മുടെ ആർട്ട് ബോർഡ് ഒന്ന് ഫിറ്റ് ഓൺ സ്ക്രീനിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, നമുക്കിവിടെ തൽക്കാലം നമുക്കിവിടെ ലൈൻ സെഗ്മെന്റ് എടുക്കാം. ഞാൻ ലൈൻസ് സെഗ്മെന്റ് എടുത്തിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം കളർ കൊടുക്കാം. ഞാൻ ലൈൻ സെഗ്മെന്റിന് ഞാൻ സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്, സ്ട്രോക്ക് മാത്രം. ഓക്കെ, ലൈൻ സെഗ്മെന്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ കുറച്ച് ലൈൻസ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ ലൈൻസിനെ എല്ലാം കൂടി ഞാൻ സെലക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോക്കുക, നമ്മുടെ ഒബ്ജക്റ്റിൽ വരിക, ബ്ലെൻഡ് എടുക്കുക, മേക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്യുക. ഓക്കെ, ഓൾട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്തപ്പോൾ അതിന്റെ ഇടയിലെല്ലാം ഓരോരോ കോപ്പീസ് വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ബ്ലെൻഡ് ടൂളിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കത് ഇവിടെ വരിക, നമ്മുടെ സ്പെസിഫൈഡ് സ്റ്റെപ്പ് ആക്കാം, പ്രിവ്യൂ ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ എണ്ണം നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നോക്കുക, ഞാനിപ്പോ ഇതിന്റെ എണ്ണം ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ കൊടുക്കാം. നോക്കാം, ഇനി എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സെലക്ഷൻ കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടെ കൂടി ഡയറക്റ്റ് സെലക്ഷൻ ചെയ്യാം. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ പോയിന്റിനെയും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഓരോ പോയിന്റ്സിനെയും ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ വിൻഡോസിലൊക്കെ വരുന്ന കുറച്ച് ഗ്രാഫിക്സ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ഇതുപോലെയുള്ള ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗ്രാഫിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കൊരു റെക്ടാംഗുലർ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു റെക്ടാംഗുലർ വരച്ചു കൊടുക്കാം. അതിന് നമുക്കൊരു ഫിൽ കളർ കൊടുക്കാം. ഞാൻ ഫിൽ കളർ എടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫിൽ കളർ കൊടുക്കാം. കുറച്ച് ഡാർക്ക് ആണ്. ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കളർ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ കളറിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാം, അതായത് പുറകോട്ട് കൊണ്ടുവരാം. അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വരച്ചിരിക്കുന്ന റെക്ടാംഗുലർ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് കൊടുക്കുക, അതിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കുക. കണ്ടോ, പുറകിലേക്ക് വന്നിട്ടുണ്ട്. കൺട്രോൾ 0 പ്രസ് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കുക, നമ്മുടെ ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തേക്ക് കുറെ സംഭവങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഇത് വന്നു കഴിഞ്ഞാൽ അലമ്പായിരിക്കില്ലേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഇതിനെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആർട്ട് ബോർഡ് മാത്രമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതിന്റെ പുറത്തേക്കുള്ള ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാനായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇനി എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാം കൂടി സെലക്ഷൻ ചെയ്യുന്നുണ്ട്, ഒന്ന് ഡിലീറ്റ് പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നോക്കുക, അപ്പോൾ എനിക്ക് ഓരോ നോഡിലും പ്രത്യേകം കളർ വേണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ കൂടി ഉപയോഗിക്കുക.
നമുക്ക് ഓരോന്നും അവിടെ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാവരും കൂടി ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിലീറ്റ് ആയി പോകും. Ctrl 0 പറഞ്ഞ് അതിനെ ഒന്ന് വലുതാക്കി വെക്കുക. പിന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി കാണിക്കാം. അതിനായിട്ട് നോക്കുക, ഞാൻ ഇവിടുന്ന് തൽക്കാലം ഞാൻ നമ്മുടെ വലിയ എലിപ്സ് എടുത്തിട്ട് ആദ്യം വരച്ച പോലെ നമ്മൾ ഒരു പൂവിന്റെ ഒരു ഇതൾ വരയ്ക്കുന്നുണ്ട്. നമ്മൾ റൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മുടെ പിവറ്റ് പോയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് അതിനൊന്ന് റൊട്ടേഷൻ ചെയ്തു. Ctrl D പറഞ്ഞ് അതിന്റെ കുറച്ച് കോപ്പീസ് എടുത്തു. ഓക്കെ, ഇതിലെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്തു. Ctrl B പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു. നമ്മുടെ ബ്ലെൻഡ് ടൂളിലേക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യാം. ഞാൻ കുറച്ച് അധികം സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഓക്കെ, ഇത് നമ്മൾ മുന്നേ ചെയ്താണ്. മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാനിത് വരച്ചത്. നോക്കുക, നമ്മുടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് നോക്കുക. ഇപ്പൊ ഈ കാണുന്ന ഓരോരോ ലീഫാണ് അല്ലെ. നമ്മുടെ ഡയറക്റ്റ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഫിൽ മാത്രം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ മാത്രം വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ ലീഫിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടോ, അവിടെ എല്ലാം പ്രത്യേകം നമുക്ക് കളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകം കളർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നോക്കുക, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കളർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് അവിടെ കളർ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കളറും ഫില്ല് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പൊ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻ ഒരു സിംഗിൾ ടൂൾ ആണെങ്കിലും കുറെ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോ നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഈ ബ്ലെൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ടൂള് അത്ര ചെറിയൊരു ടൂളൊന്നുമല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, അത്യാവശ്യം ഒരു മേജർ ടൂളാണ്, സിംഗിൾ ടൂൾ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൂള് മാക്സിമം നമ്മൾ ഡിസൈനിങ്ങിൽ, അതല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ബ്രൗഷർ നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോ പാറ്റേൺസ് അല്ലെങ്കിൽ സ്റ്റാർ വെച്ചിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ വർക്കുകൾ, ഇതെല്ലാം നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും, വളരെ ഈസി ആയിട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ വിൻഡോസിൽ കാണുന്ന പോലെ കുറെ പാറ്റേൺ വെച്ചിട്ടുള്ള കുറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഞാൻ മുന്നേ പറഞ്ഞതാണ്, അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിസൈൻസ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് വാൾപേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ടൂളിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടേതായ ഒരു